PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ HSC സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ HSC സോഷ്യൽ സയൻസിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് HSC സോഷ്യൽ സയൻസിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാം. എന്നാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വരുന്നത്? 1930 അല്ലെ? എന്നാണ് 1930 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ഏത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പായി ഗാന്ധിജി 11 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഏത് വൈസ്രോയുടെ മുമ്പിൽ വെച്ചിട്ട്? അപ്പൊ 11 മെയിൻ ഡിമാൻഡുകൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി നമ്മുടെ ഇർവിൻ പ്രഭുവിന് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. സിവിൽ നിയമ സമരം ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? 11 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഗാന്ധിജി ഇർവിൻ പ്രഭുവിന് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഉപ്പ് നികുതി എടുത്തു കളയുക. എന്താണ്? ഉപ്പ് നികുതി എടുത്തു കളയുക. മറ്റൊന്ന്, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. എന്താണ്? കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഉപ്പ് നികുതി എടുത്തു കളയുക, അതുപോലെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നിവയൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ഗാന്ധിജി ഉപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് ഉപ്പിനുമേൽ നികുതി ഏർപ്പെടുത്തിയിരുന്നു അല്ലെ. അപ്പോ ഈ ഉപ്പിനുമേൽ നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഉപ്പിന്റെ വില 10 മടങ്ങ് വർദ്ധിച്ചുണ്ടായി. അതുപോലെ ഒരു സാധാരണക്കാരായിട്ടുള്ള വിദ്യാഭ്യാസം വളരെ കുറവായിട്ടുള്ള ഒരു ജനങ്ങളിലേക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്കറിയാം കൊറോണ സമയത്ത് നമുക്ക് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു അല്ലെ. ആ ലോക്ക്ഡൌണിന് മുമ്പ് വരെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. എവിടെ പോവാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. പെട്ടെന്ന് കൊറോണ വരികയും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ ആ ഒരു ആ സ്വാതന്ത്ര്യം വളരെ പരിമിതമായിട്ട് ചുരുക്കപ്പെട്ടു അല്ലെ. എവിടെയും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല, എങ്ങോട്ടും പോകാൻ പാടില്ല, എങ്ങോട്ടും അത്യാവശ്യമായിട്ട് പോണെങ്കിൽ പോലും എന്താണ്, ലെറ്റർ എഴുതി കൈ പിടിക്കണം, പോലീസ് ചെക്കിംഗ് ഉണ്ടാവും, കൃത്യസമയത്ത് നമ്മൾ അവരെ കാണിക്കണം. അങ്ങനെ എന്താണ്, ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു അല്ലെ. അപ്പൊ അത് സ്വാതന്ത്ര്യമില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ഗവൺമെന്റ് ചെയ്തത് അല്ലെ. നമ്മുടെ കൊറോണ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അത് ഗവൺമെന്റ് ചെയ്തത്. അപ്പൊ അത്രയും നാൾ നമ്മൾ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് സ്വാതന്ത്ര്യം ഇല്ലാത്തതിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അല്ലെ. വീട്ടിൽ തന്നെ ഇരിക്കുന്നു, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ മെന്റലി ഒരുപാട് പ്രഷർ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ആ മെന്റലി പ്രഷർ ഉണ്ടായത്? കാരണം നമുക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാം അല്ലെ. നമ്മൾ അത്രയും നാൾ അനുഭവിച്ച സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്ന നമുക്ക് മെന്റൽ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ജനിച്ചു വളർന്ന അങ്ങനെ ഒരു നാട്ടിലാണെങ്കിലോ
നമുക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് എവിടെയും പോണേ കാരണം കാണിക്കണം, അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ കുഞ്ഞുനാളിലെ നമുക്ക് ഓർമ്മ വച്ചപ്പോൾ മുതൽ അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം എന്ന കോൺസെപ്റ്റ് നമുക്ക് അറിവുണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതും. കാരണം വിദ്യാഭ്യാസം തീരെയില്ലാത്ത ജനങ്ങൾക്ക് വർഷങ്ങളായിട്ട് തങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് എന്താണ് സ്വാതന്ത്ര്യമില്ലായ്മ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിധി വരെ ഇത് അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതോടുകൂടി എന്താണ്, ജനങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. കാരണം ഉപ്പിന് പോലും, ഞങ്ങൾ ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുവിൽ പോലും ഇത്രമാത്രം സ്വാതന്ത്ര്യമില്ലായ്മ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് സാധാരണക്കാരായ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഉപ്പ് വളരെ വലിയൊരു സമരായുധമായിട്ട് ഗാന്ധിജി ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് ഓർക്കുക കേട്ടോ. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ച് അറിയിച്ച് ഗാന്ധിജി ലോർഡ് ഇർവിൻ പ്രഭുവിന് എന്താണ് അറിയിപ്പ് നൽകിയതെന്ന 1930 മാർച്ച് 2-ാം തീയതിയാണ് ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ലോർഡ് ഇർവിന് എന്താണ് അറിയിപ്പ് നൽകിയത്. ഇനി സിവിൽ നിയമ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ 1929 ലാഹോർ സമ്മേളനമാണ്. ഏത് സമ്മേളനമാണ്? ലാഹോർ സമ്മേളനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധി നടത്തിയ സമരമാണ് ഏത്? ഉപ്പ് സത്യാഗ്രഹം അല്ലെ. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചതെന്ന 1930 മാർച്ച് 12-ാം തീയതിയാണ് എന്ത് സംഭവിക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹ യാത്ര ഗാന്ധിജി ആരംഭിച്ചത്. ഞാൻ മുട്ടുകുത്തി നിന്ന് അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് കല്ലുകളാണ് എന്ന് ഇർവിനോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. എന്താണ്? ഞാൻ മുട്ടുകുത്തി നിന്ന് അങ്ങയോട് അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് എന്താ? കല്ലുകളാണ്. ഈ സിവിൽ നിയമ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി കുറച്ച് കാര്യങ്ങൾ, ഒരു 11ഓളം വ്യവസ്ഥകൾ ഇർവിൻ പ്രഭുവിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഇനി എവിടെ നിന്നുമാണ് ഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്? എവിടെന്നാ? സബർമതി ആശ്രമത്തിൽ നിന്ന്. എവിടെന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ദണ്ഡിക്കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്. ഗാന്ധിജി സഞ്ചരിച്ച ദൂരം എത്രയാ? 385 കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 385 കിലോമീറ്റർ ആണ്. SCRT-യിൽ ഇത് കൊടുത്തിരിക്കുന്ന 375 കിലോമീറ്റർ എന്നും കൂടിയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ദണ്ഡി മാർച്ചാണ് കേട്ടോ. വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഈ ദണ്ഡി യാത്രയാണ്. അതുപോലെ 78 അനുയായികളാണ് ഗാന്ധിജി ഇതിനെ അനുഗമിച്ചിരുന്നത്. അതുപോലെ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5-നാണ് കേട്ടോ. എന്നാണ്? ഏപ്രിൽ 5-ന്. അപ്പൊ 1930 മാർച്ച് 12-ന് യാത്ര ആരംഭിച്ച് 1930 ഏപ്രിൽ 5-ന് എവിടെ എത്തിച്ചേർന്നു? ഈ ഒരു ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഈ ദണ്ഡി മാർച്ചില് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാ? രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്. ഗാന്ധിജി എന്താണ് ഉപ്പ് നിയമം ലംഘിച്ചത് ചോദിക്കുവാണെങ്കിൽ 1930 ഏപ്രിൽ 6-ാം തീയതിയാണ്. അപ്പൊ 5-ാം തീയതി അവിടെ എത്തിച്ചേരുകയും പിറ്റേ ദിവസം ഉപ്പ് നിയമനം ലംഘിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഗാന്ധിജി നിയമലംഘനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിൽ യർവാദ ജയിലാണ് കേട്ടോ. പൂനെയിലെ യർവാദ ജയിലിൽ ഗാന്ധിജി ഈ ഒരു ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത് അബ്ബാസ് താബ്ജിയാണ് കേട്ടോ. അബ്ബാസ് താബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അബ്ബാസ് താബ്ജിയുടെ അറസ്റ്റിന് ശേഷം സരോജിനി നായിഡു ആണ് നേതൃത്വം കൊടുത്തത് കേട്ടോ. അപ്പൊ എന്താണ്? 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുന്നു, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം അബ്ബാസ് താബ്ജിയാണ് ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്ത് പിന്നെ അബ്ബാസ് താബ്ജിയെ അറസ്റ്റ് ചെയ്യുന്നു. അബ്ബാസ് താബ്ജിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി സരോജിനി നായിഡു ആണ് പിന്നെ എന്ത് ചെയ്തത്? ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ കാലത്താ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ കാലത്താണ് കേട്ടോ. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകള് നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ കാലത്താണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ പ്രത്യേകത എന്താ? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് അറിയപ്പെടുന്നതെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർക്കുക കേട്ടോ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുറഹിമാനും ചേർന്നിട്ടാണ് കേട്ടോ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരൊക്കെയാണ്? ഒന്ന് പി കൃഷ്ണപിള്ള. ആരൊക്കെയാണ്? പി കൃഷ്ണപിള്ള, അതുപോലെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ.
മുഹമ്മദ് അബ്ദുർ റഹ്മാനും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. ഇനി തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാണ്? സി രാജഗോപാലാചാരിയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന ആരാ? റാണി ഗൈഡിലിയു ആണ് കേട്ടോ. നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ കിഴക്കൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയത് റാണി ഗൈഡിലിയു ആണ് കേട്ടോ. ഇന്ത്യയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നേതൃത്വം നൽകിയത് ആരാ? റാണി ഗൈഡിലിയു ആണ്. നാഗന്മാരുടെ റാണി എന്നാണ് റാണി ഗൈഡിലിയു എന്ന് അറിയപ്പെടുന്നത്. ഈ നാഗന്മാരുടെ റാണി എന്ന് റാണി ഗൈഡിലിയു വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആരാണ് റാണി ഗൈഡിലിയു എന്ന് ഒരു ബഹുമതി നൽകി? നാഗന്മാരുടെ റാണി എന്ന് അവർക്ക് ബഹുമതി നൽകിയത് ആരാ? ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. ഇനി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും, ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്, ഉപ്പ് പിടിച്ച് ഈ ഒരു മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? മഹാത്മാഗാന്ധിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും, ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്, ഉപ്പ് പിടിച്ച് ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. സിവിൽ നിയമന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിക്കപ്പെട്ടത് 1934 എന്നാണ്. 1934 ഇത് ഔദ്യോഗികമായിട്ട് പിൻവലിക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക. രണ്ടാം വട്ടമേശ സമ്മേളന പരാജയത്തിന്റെ ഫലമായി 1932 ജനുവരി സിവിൽ നിയമന പ്രസ്ഥാനം പുനരാരംഭിച്ചു. എന്താണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പരാജയപ്പെട്ടതോട് ഫലമായിട്ട് 1932 എന്ത് ചെയ്തിരുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചിരുന്നു. 1934 ഇത് ഔദ്യോഗികമായിട്ട് പിൻവലിക്കുകയും ചെയ്തു. ഈ ദണ്ഡി യാത്രയെക്കുറിച്ചുള്ള കുറച്ച് കോട്ടുകൾ നമുക്ക് നോക്കാട്ടോ. എൽബയിൽ നിന്ന് നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം. എന്താണ്? എൽബയിൽ നിന്ന് നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? മോത്തിലാൽ നെഹ്റു ആണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇങ്ങനെ പറഞ്ഞത് ഇർവിൻ പ്രഭു ആണ് കേട്ടോ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് ആരാ? ഇർവിൻ പ്രഭു ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ എൽബയിൽ നിന്ന് നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര മോത്തിലാൽ നെഹ്റു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇർവിൻ പ്രഭു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോയിന്റ്സ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചുപോയി. അപ്പൊ മറക്കണ്ട, HSC സോഷ്യൽ സയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.